കാറ്റത്തി കിളിക്കൂട്ടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷും എല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ പാത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ അവർ പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ പിന്നെ നമ്മൾ സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയൊക്കെ കൊച്ചിലത്തെ ഫോട്ടോയൊക്കെ അവർ അമ്മയായിട്ട് നിന്നെടുത്ത ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ നികേഷിനാണെങ്കിൽ കുറച്ച് സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം നികേഷിൻ്റെ മാത്രമായിട്ട് അമ്മയുടെ ഫോട്ടോ ഇല്ല, ബാക്കി 3 പേരും അമ്മയുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ നമ്മൾ സുധീരത്തൊക്കെ പറയുന്നുണ്ട് ഇത് പെട്ടി മാറ്റാൻ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നികേഷ് ആണെങ്കിലും അതിന് സമ്മതിക്കുന്നില്ല. നികേഷ് പറയുന്നുണ്ട് ഞാനത് നോക്കട്ടെ, ഞാൻ നോക്കുന്നതിലാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളാണെങ്കിൽ അവരാരെയും ആ പെട്ടി അടയ്ക്കാനും സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നികേഷ് വീണ്ടും ഇരുന്ന് ഫോട്ടോസൊക്കെ നോക്കിയെടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷിനാണെങ്കിൽ സംശയത്തോട് ചോദിക്കുന്നത് ഇത് ആരാ സുധീഷ് ചേട്ടാ, ഇത് പിന്നെ നമ്മൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ഇവരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ സുഭാഷാണെങ്കിലും സുധീഷാണെങ്കിലും ഒക്കെ പിന്നെ ഹരീഷൊക്കെയാണെങ്കിൽ ഒരു ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടാണെങ്കിലും നമ്മൾ നികേഷ് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷാണെങ്കിലും സുധീഷിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ സുധി പറയുന്നുണ്ട് അതാണെങ്കിൽ നമ്മൾ ചെറിയമ്മയാണ്, കണിയാവരത്തെ ചെറിയമ്മയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയ്ക്കും എന്ന് പറയുമ്പം നമ്മൾ സുധീഷൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇവരുമായിട്ട് ഇപ്പോൾ നമുക്ക് ബന്ധവും കാര്യങ്ങളും ഇല്ല, ഒരുപാട് വർഷമൊക്കെ ആയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഭാസ്കരൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഭാസ്കരൻ മറുപടിയൊന്നും പറയാതെ നേരെ അങ്ങ് അപ്പുറത്തെ അടുക്കളയിലൂടെയൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് കുറേ കഴിഞ്ഞ ശേഷമാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇതാണോ നിങ്ങൾ പുറംനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലേഡി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ പുറംനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലേഡി ഇതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും പറയാതെയൊക്കെ നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ വീണ്ടും പോകുന്ന നേരത്താണെങ്കിൽ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുക, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം പറഞ്ഞാൽ നമ്മൾ പിന്നെ അച്ഛൻ്റെ നെഞ്ചത്ത് കൈയൊക്കെ വെച്ച് ഇങ്ങനെ തടഞ്ഞൊക്കെ നിർത്തുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഭാസ്കരനിക്കാണ് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇവരെ കയ്യിൽ കൊടുത്തത്, എൻ്റെ അമ്മയുടെ കൈ കൊടുക്കാതെ നിങ്ങൾ എന്തിനാ എന്നെ ഇവരെ കൈ കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നികേഷ് ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് വന്നിട്ട് പറയുന്നുണ്ട് നികേഷ് നീ അച്ഛൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്, നിന്നെ അച്ഛൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കാനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നികേഷ് ആണെങ്കിൽ കൈയെടുക്കുന്നതൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് മറുപടി അല്ലേ വേണ്ട, ഞാൻ പറഞ്ഞു തരാം, നിൻ്റെ അമ്മ പിന്നെ നിന്നെ അല്ലാതെ പിന്നെ വേറെ ആരെയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന്മാരമ്മ അവരെ എടുത്തുകൊണ്ട് നിൽക്കുന്നു, പിന്നെ ഇത്രയും നിനക്ക് മറുപടി അറിഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നത് നമ്മൾ നികേഷ് ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നികേഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പോയി ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടാ നിങ്ങളമ്മയും എൻ്റെ അമ്മയും വേറെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷിനല്ലേ പറഞ്ഞത് എൻ്റെ അമ്മ നമ്മളെ അമ്മയുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ഒരു മുഖച്ചായും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്. അതാണല്ലോ നമ്മൾ നികേഷ് ആണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് നിൻ്റെ അടുത്തല്ലേടാ പറഞ്ഞത് നിൻ്റെ അമ്മയും അവരമ്മയും വേറെയാണെന്ന്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷിനാണെങ്കിൽ എല്ലാം കൂടെ സഹിക്കാൻ വയ്യാതാണെങ്കിലും സുധീഷ് നേരെ ഭാസ്കരൻ്റെ അടുത്തോട്ട് ഭാസ്കരനെ അടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കൈയൊക്കെ പൊക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് കൈ പൊങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ആരെടുത്താ എന്താ എപ്പോഴാണ് പറയേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് പിന്നെ അവൻ എൻ്റെ ഉടുപ്പിന് കുത്തിപ്പിടിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല പിന്നെ നിങ്ങളൊക്കെ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് പിന്നെ എൻ്റെ വെണ്ടയ്ക്ക് കൊണ്ടുവരുന്നത് എന്തിനാ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവനിക്ക് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തത്, അവൻ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവൻ ചോദിക്കത്തില്ലേ എന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാസ്കരനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ നമ്മൾ സുഭാഷ് അവിടെ നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ആണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടാ അപ്പം എൻ്റെ അമ്മയല്ലല്ലേ നിങ്ങൾ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല മോനെ, ഞങ്ങളുടെ അമ്മ തന്നെയാണ് നിൻ്റെ അമ്മയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട് അതങ്ങനല്ല സുഭാഷ് ചേട്ടാ. നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഈ സത്യം എന്നെ ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആരും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എടാ അമ്മ ഒന്നല്ലെങ്കിലും നീ ഞങ്ങളെ അനിയൻ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട് എന്നായാലും നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ മറച്ചു വെച്ചല്ലോ എന്നൊക്കെ പറയുന്നു. നമ്മൾ നികേഷ് പറയുന്നുണ്ട് എത്ര വലിയ കാര്യമായിരുന്നു, എന്നാലും നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രുതി പറയുന്നുണ്ട് എടാ അമ്മ ഒന്നല്ലെങ്കിലും അച്ഛൻ ഒന്ന് തന്നെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ നികേഷ് ഇത് തന്നെ പറയുന്നു എന്നാലും നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. സമയത്ത് നമ്മൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് അറിഞ്ഞിട്ട് എന്തിനാ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ സുഭാഷാണെങ്കിൽ ഒരുപാടൊക്കെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ നികേഷിനെ. എന്നിട്ടും നമ്മൾ നികേഷിന് സങ്കടം അങ്ങോട്ട് മാറുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് മോനെ അന്നും ഇന്നും എല്ലാം നീ എൻ്റെ അനിയൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോയി പുറത്തോട്ടൊക്കെ പോയി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നികേഷ് ആണെങ്കിൽ അവിടെ പോയി കരയുന്ന സമയത്താണെങ്കിൽ നമ്മൾ
സുഭാഷാണെങ്കിലും ഹരീഷാണെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹരീഷാണെങ്കിൽ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ എത്ര വേണമെങ്കിലും കരഞ്ഞോ, പക്ഷേ ഇന്നത്തോടെ നീ ഇതിനെല്ലാം സങ്കടങ്ങളെല്ലാം നീ അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ ഇരുന്ന് കരയില്ലേ, കരയുന്ന കാണാൻ ഈ ഏട്ടനിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നീ എടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോലീസുകാർക്ക് അച്ഛനെ സംശയം തോന്നി, അച്ഛനെ പോലീസ് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ 3 പേരും മാത്രമേ വീട്ടിലുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും സുഭാഷ് ഏട്ടനാണ് ഏറ്റെടുത്തത്. സുഭാഷ് ഏട്ടനാണെങ്കിൽ 13 വയസ്സേ ഉള്ളായിരുന്നു. പിന്നെ അച്ഛൻ വന്നതിന് ശേഷമാണെങ്കിൽ അച്ഛൻ ലോറി എടുത്തിട്ടാണെങ്കിൽ അച്ഛൻ എങ്ങോട്ടോ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനമാണെങ്കിൽ സുഭാഷ് ഏട്ടനെ ഏറ്റെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടാണ് നമ്മൾ നിധി ആണെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സമയത്താണെങ്കിലും നമ്മൾ നികേഷ് ആണെങ്കിലും പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. നമ്മൾ ഹരീഷ് ആണെങ്കിലും സുഭാഷ് ആണെങ്കിലും നികേഷിനെ സമാധാനപ്പെടുത്താനൊക്കെ നോക്കിയിട്ടൊന്നും സമാധാനപ്പെടുന്നതും ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.